കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങ പരിശുദ്ധ റമദാൻ തിങ്ങളിൽ യാറാക്കിയ ഇബാദത്ത് തിലാവത്തുൽ ഖുർആൻ, അള്ളാഹുടെ കലാമായ ഖുർആാനോത്തിങ്ങനെ യാറാക്കിയാർ. ബഹുമാനപ്പെട്ട മാലിക് റളിയല്ലാഹു അൻഹു റമദാൻ ಬಂತುಂಟಾയെങ്കിൽ ദർസെല്ലാം നിപ്പാട്ടിത്ത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ജാവും പോലും ഖുർആൻ ഓതിയോയിത്ത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അല്ലേ ഓരോ നാല് റമദാൻ്റെ ഓരോ നാളിലും രണ്ട് ഖത്മു തീർത്തോയിത്ത്. ഇങ്ങനെ ഒരുപാട് മഹാന്മാരെ ചരിത്രം നോക്കുമ്പോഴത്തേക്കും റമദാനിൽ അങ്ങ് ഖുർആാനോത്ത് അധികരിപ്പിച്ചോയിന്നാർ. എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളും ഇല്ലേ, നോമ്പയുടെ വിഷയമെല്ലാം ചൊന്നിട്ട് ലാസ്റ്റ് യുസന്നു ഇക്സാറു തിലാവത്തിൽ ഖുർആനി, ശക്തമായ സുന്നത്ത് തഅക്കുദായ ശക്തമായ സുന്നത്തായിട്ടിക്കട് ഖുർആാനോത്തിനെ അധികരിപ്പിക്കൽ. റമദാൻ തിങ്ങളിൽ ഖുർആാനോത്തിനെ അധികരിപ്പിക്കൽ. മുഅ്മിനീങ്ങളായ നങ്ങ അള്ളാഹു തന്നെ നാവു, ഈ നാവില് ധാരാളം പലക്ക പറയിട, വേറെ വേറെ ഭാഷയിൽ പലക്ക പറയിട. പക്ഷെ അള്ളാഹുടെ കലാമായ ഖുർആൻ ഓതുക മാത്രം നാഗ് ടൈമില്ല, അല്ലെ നാഗ് തരില്ല. ഇങ്ങനെ ഒരുപാട് കാരണം ഞങ്ങൾ അതൊക്കെ വേനായിട്ടൊന്നും അധ്വാനിച്ചിട്ടില്ല, ഒന്നും ട്രൈ ആക്കിയിട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ആവോടും സാധ്യമാവോടും ഉണ്ടായെങ്കിൽ അള്ളാഹുടെ കലാമായ ഖുർആൻ പഠിക്കണമെങ്കിൽ മാത്രം ഞങ്ങൾക്ക് സാധ്യമാവില്ലാണ്ടൊരു ധാരണ ഞങ്ങൾ തിരുത്തണത്. ഇൻഷാ അള്ളാഹ് ഖുർആൻ ഓത്ത് തെരിയാത്ത ആൾമാർ ആരെങ്കിലും ഇപ്പം റമദാൻ ആകുമ്പോഴത്തെ കുറേ ഉസ്താദുമാരെല്ലാം പ്രചരിക്കുവാർ. ഏതെങ്കിലും ഒരു ഉസ്താദിനെ പൊടിച്ചിട്ട് ഖുർആൻ ഓത്ത്, അള്ളാഹുടെ കലാമായ ഖുർആൻ ഓത്ത് നക്കൊന്നു കറക്റ്റായിട്ട് ഒതുകു തെരിയണോ. ചിലപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് പോലൊക്കെ വരെ തെരിയാത്ത ആൾമാരെ ചിലപ്പോൾ ഞങ്ങൾ ഒരു ജെൻഡർ നമ്പറായിട്ട് കാണ്ട കെട്ടുണ്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ തമാശാക്കിടലുണ്ടു, അവൻ ഇംഗ്ലീഷ് തരില്ലല്ലാണ്ട്. അതിലാണ്ട് എത്രമാ വലിയ വിഷയമല്ലേ അള്ളാഹുടെ കലാമായ ഖുർആൻ ഓതുകുന്നക്ക് സമ ബണ്ടില്ലാണ്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദിനെ പിടിച്ചിട്ട് ഒരേ ഉദ്ദേശം റബ്ബുടെ കലാമായ ഖുർആൻ എന്ന് നമുക്ക് ഓതുകു തെരിയണോണ്ടു ആ നല്ല ഉദ്ദേശം വെച്ചിട്ട് ഖുർആൻ ഓത്ത് സമാക്കുവാൻ സാധ്യമാണ്. ഇനി അങ്ങനൊന്നും തരില്ലാണ്ടായെങ്കിൽ ഖുർആൻ ഇങ്ങനെ നല്ല ഗൗരവത്തോടെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ ഉളുവോടുകൂടി വെച്ചിട്ട് ഇങ്ങനെ ഖുർആൻ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയോണ്ട് പോണ്ടേ, അതുക്കും വലിയ പ്രതിഫലമുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ റമദാൻ തിങ്കളിൽ ഖുർആൻ്റെ ഖിദ്മത്ത് പാരായണത്തിലൂടെയും അത് പഠിച്ചിട്ടും പഠിപ്പാട്ടി കൊടുത്തിട്ടും ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാറെ ടൈം നമ്മൾ യൂസ് ആക്കണോ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.